കാറ്റ്വേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിലെ മുത്തങ്ങ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ചേമ്പ് കൃഷി നടക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വ്യാപകമായിട്ട് ചേമ്പ് കൃഷി നടക്കുന്ന ഒരു ഇടം. അപ്പോൾ ചേമ്പ് നമ്മളൊക്കെ പറമ്പിലെന്ന് പറഞ്ഞാൽ ഒരു 2 ചോട് 3 ചോട് 4 ചോടൊക്കെ നമ്മളൊക്കെ ചേമ്പ് കൃഷി വീടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ചേമ്പ് കൃഷി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ചേമ്പ് കൃഷീൻ്റെ ലാഭം നഷ്ടം അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അതിൻ്റെ വിത്ത്, എന്തെല്ലാം ഐറ്റംസ് ചേമ്പുകളുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു തോട്ടത്തിൻ്റെ ഉടമ മിസ്റ്റർ അരുൾ എന്ന് പറഞ്ഞിട്ടൊരാൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ചേമ്പിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് അരുളിനെ കൂടി കൂട്ടിയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ചേമ്പ് കൃഷിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മിസ്റ്റർ അരുളിനോടെല്ലാം ചോദിക്കാം. അരുൾ ഭായ്, യെസ്, എത്ര വർഷമായിട്ട് കൃഷി തുടങ്ങിയിട്ട്? ഞാൻ ഏതാണ്ട് പരമ്പരാഗതമായി, അതായത് എൻ്റെ അച്ഛൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. പുള്ളി ഏതാണ്ട് പുള്ളിയുടെ ചെറുപ്പകാലം മുതൽ തന്നെ കൃഷി ഒരു ജീവനോപാധിയായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ ചുവട് പിടിച്ച് ഞാനും എൻ്റെ അനുജനും ഞങ്ങൾ 3 പേരും കൂടി ചെയ്യുന്ന കൃഷിയാണിത്. ഞങ്ങളൊരു കുടുംബ കൃഷി എന്ന് തന്നെ പറയാം. ഇവിടെ പാൽച്ചേമ്പ് ഇനത്തിൽപ്പെട്ട ഒരു 1.5 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ഈ പാൽച്ചേമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പൊൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു 6 ഏക്കറോളം കാച്ചിൽ കൃഷിയുണ്ട്, പിന്നെ വാഴ കൃഷിയുണ്ട്, പിന്നെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, വീട്ടിലും പറമ്പിലൊക്കെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കുമിഴി എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് ഞങ്ങളിപ്പോൾ 4 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ്ലി ചേമ്പും കാച്ചിലും കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ താരതമ്യേന ഏതാണ് കൃഷി ലാഭം? കാച്ചിലാണോ അതോ ചേമ്പാണോ? കൃഷി നമ്മളിപ്പോൾ ഇത് ഈ കാച്ചിൽ കൃഷിയും ഈ ചേമ്പ് കൃഷിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും 2 രീതിയിലാണ്. നമുക്ക് ഈ എന്താ പറയുക, ഏണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 രീതിയിലാണ്. ചേമ്പിന് നമുക്ക് ചിലവ് കുറവാണ്, അപ്പം നല്ല കുഴപ്പമില്ലാത്ത മാർക്കറ്റ് കിട്ടും. അപ്പോൾ വിളവിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ലാഭവും നഷ്ടവും ഒക്കെ. അപ്പം ലാഭനഷ്ടം എന്നതിനേക്കാൾ ഉപരി മനസ്സിന് നമുക്ക് ഒരു സുഖം തരുന്ന ഒരു ഏർപ്പാടാണിത്. അത് മാത്രമല്ല, ലാഭം ഉണ്ടാവുകയും ചെയ്യും. എന്നാലും നമ്മൾ മെനക്കെടുന്നതിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് മാർക്കറ്റ് സ്റ്റേബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ചേമ്പിന് നല്ല വില കിട്ടുന്നുണ്ട്. 50 രൂപേന്റെ അടുത്ത് ചേമ്പിന് വില കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കാച്ചിലിനും ഏതാണ്ട് 2 വർഷത്തോളമായിട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. നമുക്ക് ഏതാണ്ട് പെർ ബാഗിന് 3000 റുപ്പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഏത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്? അതായത് പ്രത്യേക മാർക്കറ്റ് ഇതിനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാച്ചില് ചേമ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ തന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് 60 രൂപ 70 രൂപ കൊടുക്കാതെ നമുക്ക് ചേമ്പ് മാർക്കറ്റ് കിട്ടില്ല. അതേപോലെ തന്നെ കഴിഞ്ഞൊരു 2-3-4 വർഷമായിട്ട് കാച്ചിലിൻ്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ആദ്യം കൃഷി ചെയ്യുന്ന സമയത്ത് പെർ ബാഗിന് 1200 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ കാച്ചില്. അതിപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ അത് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 3000 റുപ്പീസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഏതാണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് 4200 റുപ്പീസ് പെർ ബാഗിനുണ്ട്. അപ്പം പെർ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് 60 kg. അതെ അതെ. ഇതിന് ചേമ്പ് കൃഷിക്ക് എന്തെങ്കിലും കേടുകളുണ്ടോ? കേടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ മൂഞ്ഞ രോഗമുണ്ട്, അതേപോലെ ഇല കരിച്ചിൽ എന്ന് പറയുന്ന രോഗമുണ്ട്, ഇല പഴുപ്പുണ്ട്, പിന്നെ അതേപോലെ ഇത് കണ്ടോ, ഇതിപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു മഞ്ഞളിപ്പുണ്ട്. ഈ മഞ്ഞളിപ്പ് പ്രശ്നമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾ കൃഷി വകുപ്പ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളത്തിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പം അവർ പറഞ്ഞ ഒരു വളം നമ്മൾ ഇതാക്കുന്ന ഇപ്പം ഈ ഇലയുടെ മുകളിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ എത്ര ഐറ്റംസ് ചേമ്പുണ്ട് ഇവിടെ? എൻ്റെ അറിവിൽ ഏതാണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പാൽച്ചേമ്പ് മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ. എൻ്റെ അറിവിൽ ഏതാണ്ട് 8ഓളം ചേമ്പുകളുണ്ട്, 6-8 ചേമ്പുകളുണ്ട്. അതിലിപ്പം പാൽച്ചേമ്പുണ്ട്, പിന്നെ അതേപോലെ നൊട്ടിച്ചേമ്പുണ്ട്, കരിഞ്ചേമ്പുണ്ട്, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ വളരെ വ്യാപകമായി സാർവത്രികമായി കൃഷി ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ പാൽച്ചേമ്പ്. ഇത് കർണാടകത്തിൽ നമ്മൾ ഇവിടെ ഇതിൽ എത്ര ചോടുണ്ട്? ഇതിപ്പോൾ ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലമുണ്ട്. 1.5 ഏക്കറിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 1500-2000 ചോടിന്റെ അടുത്ത് ഉണ്ടാവാനുള്ള സാധ്യത. ഒരു ചോട് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടി. ഞങ്ങൾ കോഴിവളവും പിന്നെ അതേപോലെ കുറച്ച് രാസവളമാണ് ഞങ്ങൾ കീടനാശിനികളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. മീൻസ് അടിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഏതാണ്ട് ഒരു ചോട് ഞങ്ങൾക്ക് 10 കിലോ വരെയുള്ള ആവറേജ് അല്ല ഞാൻ പറയുന്നത്, ഒരു ചോട്
നിങ്ങളിപ്പോൾ ഒരു ചോട് ചോദിച്ചോണ്ട് ഞാൻ പറയാം, അത് നമ്മൾ ഇറ്റ്സ് ഡിപ്പെൻസ് ആണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ചേമ്പ് പല രീതിയിലാണ് വളർന്നിരിക്കുന്നത്. ഇപ്പൊ ഈ നല്ല രീതിയിൽ വളർന്നിരിക്കുന്ന ഈ ചേമ്പിന്റെ ചോട്ടിൽ ഒരു പക്ഷേ പിന്നെ അടിയിൽ കായ് കുറവായിരിക്കും, മീൻസ് അതിന്റെ ഇത് ചേമ്പ് കുറവായിരിക്കും. ചിലതില് നല്ല ചേമ്പ് ഉണ്ടാവും, അതെല്ലാം അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും ആവറേജ് നമുക്ക് ഒരു 6-7 കിലോ 5-6-7 കിലോ വെച്ച് ഒരു ചോട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ വർഷമാണ് നിങ്ങൾക്ക് ഈ കേട് കണ്ടു തുടങ്ങിയതും മരുന്നൊക്കെ അടിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ചേമ്പിന് ഇത്രത്തോളം, ചേമ്പിന് അതേപോലെ തന്നെ കാച്ചിലും തൊട്ടപ്പുറത്ത് തന്നെ അതാ കാച്ചിലാണ്, അതിനും നല്ല ഇലകരിച്ചിലുണ്ട്. അതേപോലെ തന്നെ ചേമ്പിനും ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി മഴ കൂടുതലാണ് എന്ന് പലരും പല അഭിപ്രായമാണ് പറയുന്നത്. കാരണം മഴ കൂടുതലാണ് എന്ന് ഒരു വിഭാഗം പറയുന്നത്. ഞങ്ങൾ കൃഷി വകുപ്പ് ആളുകളെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് പിന്നെ വളത്തിന്റെ പ്രശ്നമാണ്. പിന്നെ വളം, അതായത് കഴിഞ്ഞ വർഷം ഞങ്ങൾ തന്നെ ഇവിടെ കാച്ചിൽ നട്ട സ്ഥലമാണിത്. അപ്പം വളത്തിന്റെ പിന്നെ കുറവ് പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് കാലാവസ്ഥ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. എൻറ്റയർലി ചേഞ്ചിനാണ്. അപ്പൊ അതും ഇതിന്റെ ഒരു ഭാഗം ആകാം എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഈ പറഞ്ഞാൽ ഇത് പിന്നെ മണ്ണ് പരിശോധന ഒക്കെ നടത്തിയിട്ടാണോ കൃഷി ചെയ്യുന്നത്? ഞങ്ങൾ മണ്ണ് പരിശോധന നടത്തി അവർ പറയുന്ന രീതിയിലുള്ള വളമാണ്, രാസവളങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയൊരു അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമുക്ക് പിന്നെ ചേമ്പ് നടുന്ന സമയത്ത് അടിവളമായിട്ട് പിന്നെ ഇത് കൊടുക്കാമെന്നായിരുന്നു, അതായത് നമ്മുടെ കാലിവളം. ഇനി അപ്പോൾ ഞങ്ങളിപ്പോൾ കൃഷി വകുപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ അടിവളമായിട്ട് ഇനി ചേമ്പിന് പിന്നെ കാലിവളം കൊടുക്കരുത് എന്നാണ്. അതും ഈ അസുഖങ്ങൾ വരാൻ ഒരു ആയിരിക്കാമെന്ന് അവർ പറയുന്നു. കോഴിവളം നല്ലതാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ കോഴിവളം ചൂടാണ്. അപ്പം നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഹായ് പപ്പേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഈ മുത്തങ്ങ ഏരിയയിലെ ഏറ്റവും മികച്ചൊരു കൃഷിക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ധാരാളം അവാർഡുകളോ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചതായിട്ട് അറിഞ്ഞു. ഇപ്പോൾ പപ്പേട്ട ശ്രദ്ധിക്കുന്നത് ചേമ്പ് കൃഷിയിലും ഈ കാച്ചിൽ കൃഷിയിലുമാണെന്ന്. ഈ ചേമ്പിനെ പറ്റി ഞങ്ങൾക്ക് വിശദമായിരുന്നു അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഇത് പാൽച്ചേമ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. പാൽച്ചേമ്പ് 3-4 സൈസ് ഉണ്ട്. ഏതൊക്കെ ഒന്ന് പറയാമോ? കരിഞ്ചേമ്പ്, പിന്നെ ഈ മക്കളെ പോറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പണ്ടുകാല ആൾക്കാർ പറയുന്ന പേരാണ്, അതുണ്ട്. പിന്നെ ഈ പാൽച്ചേമ്പ് നമുക്ക് ഈ ചേമ്പിനെ പറ്റി അറിയുള്ളൂ, വേറെ ഇനി ഞാനോ ഉണ്ടെന്ന് അറിയില്ല. പപ്പേട്ടാ, ഈ ചേമ്പ് നമ്മൾ നട്ടാൽ എത്ര മാസം കഴിഞ്ഞ് നമുക്ക് വിളവെടുക്കാം? ഒരു 6-7 മാസം കൊണ്ട് വിളവെടുക്കാം. 6-7 മാസം കൊണ്ട് വിളവെടുക്കാം. ഇപ്പോൾ ഈ ചേമ്പ് ഒരു കിലോയ്ക്ക് എന്ത് വില വരുന്നുണ്ട്? ഇപ്പോൾ 100 രൂപയുണ്ട് മാർക്കറ്റിൽ. ഈ മാർക്കറ്റിൽ 100 രൂപ ഇപ്പം ഉണ്ട്. ഇത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പുഴുക്കിനാണോ അതോ കറിക്ക്? കറി വെക്കാം, പിന്നെ തോരൻ വെക്കാം, ഇതൊക്കെ ചെയ്യാം. പപ്പേട്ടാ, ഈ നമ്മളിപ്പോൾ 1 ഏക്കറിൽ കൃഷി ചെയ്യണമെങ്കിൽ എത്ര ചുവട് കൃഷി ചെയ്യാം? ഉൽപ്പാദന ചെലവ് എന്താകും? അതൊന്ന് പറയാമോ? അതിപ്പോൾ പിന്നെ ഒരു ഏക്കറിൽ ഒരു 5000-6000 ചുവടൊക്കെ നടാം. 2 അടി അകലത്തിൽ. 2 അടി അകലത്തിൽ. എന്ത് ഒരു ഏക്കർ നട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉൽപ്പാദന ചെലവ് എത്ര വരും? ഒരു 1-2 ലക്ഷം റുപ്യ. 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും അല്ലേ? ഇതിന് രോഗബാധ, കീടബാധ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ടോ? കീടബാധ ഈ വർഷം മഴ കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇതുവരെ ചേമ്പിന് അങ്ങനെ കാര്യമായിട്ട് കേടുണ്ടായിട്ടില്ല. ഈ ചേമ്പിൻ്റെ കാണ്ഡം, അതായത് കിഴങ്ങി ചീഞ്ഞു പോകുന്ന അവസ്ഥ, അങ്ങനെ പൂള നമ്മൾ കപ്പയൊക്കെ മഴ ആധിക്യം കൂടുതലായാൽ ചീഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അതേപോലെ വല്ല ഇവിടെ ഈ വർഷം മഴ കൂടുതലുണ്ടായി, ഇതിൽ ചേമ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കണ്ടമാനം മഴ കുറവേയായി. ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? പുറത്തുനിന്ന് ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും, നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കണോ? എങ്ങനെയാണ് ഇതിൻ്റെ? അത് കുറച്ചൊക്കെ ആണെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ വന്ന് ലോഡ് കണക്കിന് എടുത്ത് പോയിക്കോളൂ അല്ലേ? അല്ലെ നമ്മൾ കാച്ചി കൃഷിയൊക്കെ തന്നെ ഇവിടെ സ്പോട്ടിൽ പറിച്ചിട്ട് കൊടുത്താൽ അവർ വന്ന് കൊണ്ടുപോയിക്കോളും. പുൽപ്പള്ളി ഏരിയയിലുള്ള എല്ലാ പുൽപ്പള്ളിക്കാരെ കൊണ്ടുപോകുന്നു. ഈ നമുക്ക് ഈ കൃഷി ചെയ്യാൻ കൃഷിഭവൻ്റെയോ സർക്കാരിൻ്റെയോ സഹായങ്ങളോ നിർദ്ദേശങ്ങളോ വളമോ കീടനാശിനികളോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കാറില്ല? ഇല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. ചെയ്യാണ്. ഏതായാലും വളരെ മികച്ചൊരു കൃഷിത്തോട്ടത്തിൽ എത്താൻ കഴിഞ്ഞാലും ഇത് കാണാൻ കഴിഞ്ഞാലും ഇതിനെപ്പറ്റി പഠിക്കാനും അറിയാനും കഴിഞ്ഞാലും വളരെ സന്തോഷം. ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും പപ്പേട്ടനും കുടുംബത്തിനും. ഓക്കെ.